എന്തൊക്കെ വ്യത്യാസങ്ങളാണ് സിലബസിലുള്ളത്, കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. കട്ട് ഓഫ് ഏകദേശം ഒന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളിൽ ഒന്നാണ് ഒരു അപ്ഡേറ്റഡ് വെർഷന്റെ ഒരു ഘട്ടം കൂടെ നടക്കാനുണ്ട്, അവരെ കൂടെ പരിഗണിക്കണം. പ്രിലിംസും മെയിൻസും തമ്മിൽ ആ വീഡിയോ എക്സ്പ്ലനേഷൻ കണ്ട് ആ NCERT ഭാഗങ്ങളും കൂടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഒരു മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാളുടെ ഇതാണ് നമ്മുടെ പ്ലാൻ. എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ഏപ്രിൽ 15-ാം തീയതി ട്രിക്ടേൺ എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പോൾ ആദ്യം നിങ്ങളോട് പറഞ്ഞത് വരാൻ പോകുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ബാച്ച് കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് തരും എന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് നിങ്ങളോട് പറഞ്ഞോ അത് ഏറ്റവും വൃത്തിയായി ഈ സമയത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ട്. 10th പ്രിലിംസിൻ്റെ സിലബസ് എന്താണോ അത് ഏറ്റവും വൃത്തിയായി തീർത്തു. ഓരോ ടോപ്പിക്കിൻ്റെയും പ്രിന്റബിൾ നോട്ടുകൾ കൃത്യമായിട്ട് നൽകാൻ കഴിഞ്ഞു. ഓരോ ടോപ്പിക്കിനും ടോപ്പിക് ടെസ്റ്റുകൾ നൽകി, മോഡൽ എക്സാമുകൾ നൽകി, PYQ എക്സാമുകൾ നൽകി. ദെൻ യൂട്യൂബിൽ ഓരോ ടോപ്പിക്കിൻ്റെയും റിവിഷൻ ക്ലാസ്സുകൾ ഭംഗിയായി തീർത്തു. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം 3 ഘട്ടമായിട്ട് പ്രിലിംസ് എക്സാം കഴിഞ്ഞു. ഇനി ലീക്കായി പോയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പേരിൽ ഈ വരുന്ന ഓഗസ്റ്റ് 22-ാം തീയതി ഒരു ഘട്ടം കൂടി നടക്കാനായിട്ടിരിക്കുന്നു. അപ്പോൾ ആ പ്രിലിംസിന്റെ ബാച്ചിൽ ഞങ്ങൾ നിങ്ങളോട് എന്തു പറഞ്ഞോ അത് ഏറ്റവും വൃത്തിയായി തരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്ത്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസ് എക്സാം പ്രധാനമായും 2 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടും 2 ബെക്കോ LDക്കും വേണ്ടിയിട്ടും. ഈ 2 പരീക്ഷകളുടെ മെയിൻസ് എക്സാം ഇനി വരാനായിട്ട് പോകുന്നു. ഒരുപാട് പേര് ഇതിൻ്റെയൊക്കെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ തുടങ്ങുമോ എന്ന് ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ ആരംഭിക്കുകയാണ് വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 5-ാം തീയതി ബുധനാഴ്ച മുതൽ കമ്പനി ബോർഡ് LGS മെയിൻസ് ബാച്ച്. ഞാൻ ഇങ്ങനെ ഒരു ബാച്ചിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ സംശയങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടാവും. കമ്പനി ബോർഡ് LGS മെയിൻസിന് പ്രിലിംസിനെ അപേക്ഷിച്ച് ഇനി എന്തൊക്കെ കൂടുതൽ പഠിക്കണം, ഈ പ്രിലിംസ് എക്സാമിന്റെ കട്ട് ഓഫ് എത്രയാകും, എന്നാലല്ലേ എനിക്ക് മെയിൻസ് എഴുതാനായിട്ട് പറ്റൂ, അതുപോലെ തന്നെ പ്രിലിംസിൽ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ഈ ബാച്ചിൽ ഒന്നുകൂടെ പഠിപ്പിക്കുമോ, ഈ ബാച്ചിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലാൻ എന്താണ്, എങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് തന്നെ. ഒന്നാമത്തെ ചോദ്യം, കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസും മെയിൻസും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് സിലബസിലുള്ളത്, നമ്മൾ അതിനെ എങ്ങനെയാണ് കവർ ചെയ്യാനായിട്ട് പോവുക. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ LGSന്റെ പ്രിലിംസും മെയിൻസും ഒന്ന് കമ്പയർ ചെയ്താൽ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 85% കാര്യങ്ങൾ പ്രിലിംസിലുള്ളത് തന്നെയാണ്. കമ്പനി ബോർഡ് LGSന്റെ മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാക്സിമം കിട്ടുക ഒരു 3 മാസമാണ് എന്നങ്ങ് നിങ്ങൾ മനസ്സിൽ കാണുക. കാര്യം ഇപ്പൊ ഒക്ടോബറിലെ കലണ്ടർ വന്നപ്പോൾ ഈ LGSന്റെ മെയിൻസിന്റെ കാര്യം അതിൽ പറയുന്നില്ല. മിക്കവാറും നവംബറോ അല്ലെങ്കിൽ അതിന് ശേഷമോ ആയിരിക്കും. അപ്പോൾ ഒരു നവംബറിലുണ്ട് എന്നൊരു കാൽക്കുലേഷൻ നമ്മൾ നിർത്തി പഠിച്ചു തുടങ്ങിയാൽ പോലും നമുക്ക് കിട്ടുക മാക്സിമം അങ്ങേയറ്റം 3 മാസമാണ്. ഇതിൻ്റെ ഇടയിൽ ഓണമൊക്കെ വരാനായിട്ട് പോകും. അപ്പോൾ ഈ 10th പ്രിലിംസിന്റെ ബാച്ചിൽ നമ്മൾ ഇതിൻ്റെ അകത്തിലെ ഒരു 85% കാര്യങ്ങൾ ഏറ്റവും വൃത്തിയായി നിങ്ങൾക്ക് എന്ത് തരാൻ കഴിയുമോ, എന്ത് പഠിപ്പിക്കാൻ കഴിയുമോ അത് ഏറ്റവും വൃത്തിയായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകി പോന്നിട്ടുണ്ട്. അപ്പോൾ ആ 10th പ്രിലിംസിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി ഈ കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി ഞങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഈ സാധനം ഒരിക്കൽ കൂടി രണ്ടാമത് വന്ന് ആദ്യം മുതൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മെയിൻസിന് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ഒരു നല്ല സ്ട്രാറ്റജി അല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. മെയിൻസിന് കിട്ടുന്ന, പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് കിട്ടുന്ന ഈ സമയം ഏറ്റവും വൃത്തിയായി പുതിയ ടോപ്പിക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റവും വൃത്തിയായി പഠിക്കണം. പഴയ കാര്യങ്ങൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ഞാൻ എല്ലാ പ്രിലിംസിന്റെ എക്സാം കഴിയുമ്പോഴും അല്ലെ തുടങ്ങുമ്പോഴും നിങ്ങളോട് ഇതാണ് പറയാറുള്ളത്. കാര്യം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി. ഒരിക്കൽ പോലും നമുക്ക് ഈ രണ്ടാമത് ഈ ഫുൾ സിലബസ് ഈ 2-3 മാസം കൊണ്ട് പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഈ ബാച്ചിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഓൾറെഡി ഈ 10th പ്രിലിംസിന്റെ ബാച്ചിൽ ഇതിൽ 2ലും ഉള്ള ടോപ്പിക്കുകൾ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ നൽകിയതാണ്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ അത് പഠിച്ചവരാണ്. ഇനി പഠിച്ചില്ലാത്തവരാരെങ്കിലുമായിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഈ ഒരു ബാച്ചിൽ കൃത്യമായൊരു പ്ലാൻ ഉണ്ട് നമ്മളുടെ കയ്യിൽ. ആ പ്ലാൻ പ്രകാരം നമ്മൾ ഓരോ അധ്യാപകരോട് ചോദിക്കുമ്പോഴും അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫിസിക്സ് ആണേലും കെമിസ്ട്രി ആണേലും ബയോളജി ആണേലും
ഇപ്പോൾ ഓരോ അധ്യാപകരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ഇത്ര ടോപ്പിക് ഉണ്ട്, അത് മെയിൻസിനും ഉണ്ട്, അത് ഇത്രയും വൃത്തിയായി ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇനി ഇത്ര ക്ലാസ്സുകളൂടെ 1-2 കാര്യങ്ങളൂടെ ഞങ്ങൾക്ക് എക്സ്ട്രാ പറയണം, അതൊക്കെ ഉള്ളൂ, ബാക്കി ഏറ്റവും വൃത്തിയായി എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാം. ഇതാണ് ഒരു മെയിൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാളുടെ കൃത്യമായ സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ ഈ ബാച്ചിലും എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അന്ന് നിങ്ങൾക്ക് ഏറ്റവും വൃത്തിയായി പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കി റിവിഷൻ ചെയ്യിപ്പിക്കും. ബാക്കിയുള്ള പുതിയ ടോപ്പിക്ക് ഏറ്റവും വൃത്തിയായി നിങ്ങളെ പഠിപ്പിച്ചും വിടും. ഇതാണ് നമ്മുടെ പ്ലാൻ. ഇനി കമ്പനി ബോർഡ് LGSന്റെ മെയിൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം LGS മെയിൻസ് എക്സാമിന് കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ്. അപ്പൊ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കണം. ഇനി കഴിഞ്ഞ പ്രിലിംസ് എക്സാമിന് ജോഗ്രഫിയുടെ ഭാഗത്തുനിന്ന് NCERT ടെക്സ്റ്റിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. ജോഗ്രഫി നമ്മൾ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് വൃത്തിയായി പഠിച്ച ആളുകളാണ്. എന്നാലും അത് റിവിഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ NCERT ഭാഗങ്ങളും കൂടെ ഈ ബാച്ചിൽ നമുക്ക് പഠിച്ചേ പറ്റൂ. ഇനി കേരള ജോഗ്രഫി ഭാഗത്ത് മെയിൻസിലേക്ക് വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷൻ അക്കമിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മൾ ഓവറോൾ ഒന്ന് പറഞ്ഞു പോയി, ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന വിവരങ്ങൾ മുഴുവൻ, മറ്റേതിൻ്റെ അകത്തിൽ കൃത്യമായ ഒരു ടോപ്പിക്ക് പറഞ്ഞു, ഇവിടെ അടിസ്ഥാന വിവരങ്ങൾ മുഴുവൻ ഓവറോള് ഈ പറയുന്ന പോലെ മെയിൻസിന് ഒരുപാട് ഡീറ്റെയിൽ ആയി പഠിച്ചില്ലെങ്കിലും ഒരു LGS ലെവലിൽ നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക മേഖല, സാംസ്കാരിക മേഖല, അതുപോലെ കായിക മേഖല തുടങ്ങിയവയെക്കുറിച്ചുള്ള ഒരു LGS ലെവലിൽ ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് വേണം. പിന്നെ ജീവശാസ്ത്ര ഭാഗത്ത് ഒരു 2-3 ടോപ്പിക്കുകൾ നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടതായിട്ടുമുണ്ട്. ഇതാണ് കഴിഞ്ഞ 10th പ്രിലിംസിന്റെ സിലബസും ഇപ്പോഴത്തെ LGSന്റെ മെയിൻസിന്റെ സിലബസും തമ്മിൽ നോക്കുമ്പോൾ കാര്യമായ വ്യത്യാസം എന്ന് പറയുന്നു. ഈ ഒരു ഭാഗം നമ്മൾ ഏറ്റവും വൃത്തിയായി തീർത്തിരിക്കും ഈ ബാച്ചിലൂടെ. കറണ്ട് അഫയേഴ്സിന് കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യും, പ്രാധാന്യം തരും. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് തീർക്കും. ഒപ്പം പണ്ടത്തെ പ്രിലിംസിന്റെ ടോപ്പിക്ക് എത്രത്തോളം നമുക്ക് റിവിഷൻ ചെയ്യാൻ കഴിയുമോ അത്രത്തോളം റിവിഷൻ ചെയ്യും. ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു വെച്ചതാണ്, അല്ലെ കുറച്ചധികം കാര്യങ്ങളെങ്കിലും ആ ടോപ്പിക്കിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്കുണ്ട്. അത് വീണ്ടും 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 ഊട്ടി ഉറപ്പിച്ച് അത് പരീക്ഷയ്ക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റുന്നോ അതിലാണ് മെയിൻസ് എക്സാമിന് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ അധ്യാപകരും അവരവരുടെ ടോപ്പിക്കിന് എത്ര റിവിഷൻ ക്ലാസ്സുകൾ വേണമെന്നുള്ള പെർഫെക്റ്റ് ആയ ഒരു പ്ലാൻ ഈ ബാച്ചിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫിസിക്സിന് ഇപ്പൊ 5-6 ടോപ്പിക് ആണെങ്കിൽ 2 ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഒരു റിവിഷൻ ക്ലാസ്, അല്ലെ അടുത്ത 2 ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഒരു റിവിഷൻ ക്ലാസ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ടൈം ടേബിൾ നമ്മൾ തരും. എന്നിട്ട് നിങ്ങളോട് പറയും, എടാ ഇതൊന്ന് നോക്കിയിട്ട് വാ, ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സുകൾ അവിടെ കിടപ്പുണ്ട്, നിങ്ങൾ അന്ന് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടിട്ട് വാ, നമുക്കത് വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യാം. ഇനി ആ ഒരു സമയത്ത് പറയാൻ വിട്ടുപോയെന്നല്ല, ഒരു മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ ഈ റിവിഷൻ ക്ലാസിന്റെ സമയത്ത് പണ്ട് പഠിപ്പിച്ചതിനോടൊപ്പം തന്നെ ഇതും കൂടെ ചേർത്ത അധ്യാപകൻ എന്ത് ചെയ്യും, പറഞ്ഞു തരും. ഇപ്പൊ മാത്സിന്റെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തേത് സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അന്ന് നമ്മൾ ചിലപ്പോൾ ഒരു 8-9 ക്ലാസ് കൊണ്ടായിരിക്കും നമ്മളത് വൃത്തിയായി തീർത്തത്. അപ്പൊ ആ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് റിവിഷൻ ചെയ്യാനായിട്ട് ഒരു 2 ദിവസം, അപ്പൊ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരു സമയം തന്ന് റിവിഷൻ ചെയ്തുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അതിനൊരു 2 ക്ലാസ് മാറ്റിവെച്ച് കുറച്ചുകൂടെ ചോദ്യങ്ങൾ അതിലേക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ദെൻ അടുത്ത ടോപ്പിക്ക് റിവിഷൻ ചെയ്യാം, എന്നിട്ട് ഒരു 2 ക്ലാസ് അതിനായിട്ട് മാറ്റിവെച്ച് വീണ്ടും 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 ചോദ്യങ്ങൾ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ പഴയ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഈ ബാച്ചിലൂടെ റിവിഷൻ ചെയ്യും. ഇനി പണ്ടത്തേത് ഏതെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അതവിടെ കിടപ്പുണ്ട്. പുതിയ കാര്യങ്ങൾ നന്നായി നമ്മൾ എന്ത് ചെയ്യും, ഈ ബാച്ചിലൂടെ പഠിപ്പിക്കും. കറണ്ട് അഫയേഴ്സിന് കുറച്ചും കൂടെ ഈ ബാച്ചിൽ ഒരു പ്രാധാന്യം കൊടുക്കും. അങ്ങനെ നിങ്ങളെ സെറ്റ് ആക്കുന്ന, കംപ്ലീറ്റ്ലി എല്ലാ രീതിയിലും ഓക്കെ ആക്കി മെയിൻസിന് വിടുന്ന ഒരു ബാച്ചായിരിക്കും. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസവും 3 ക്ലാസ്സുകൾ വീതം ഈ ബാച്ചിൽ ഉണ്ടാവും. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞ് നടക്കാതെ പോയ ഒരു പ്രിലിംസ് എക്സാം ഉണ്ട്. അത് നടക്കാനായിട്ട് പോകുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് 22-ാം തീയതിയാണ്. അപ്പോൾ ഈ ബാച്ച് തുടങ്ങി അന്ന് വരെ
ഈ ബാച്ചിൽ 2 ക്ലാസ്സുകളേ ഉള്ളൂ. കാര്യം അവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ ബാച്ചിൽ 2 ക്ലാസ്സുകളേ ഉള്ളൂ. ആ 2 ക്ലാസ്സുകൾ ഒരിക്കലും ഈ പുതിയ ടോപ്പിക്കിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നില്ല. കാര്യം ആ പരീക്ഷയും കഴിഞ്ഞ് കുറച്ചു പേരും കൂടെ ചിലപ്പോൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യും. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ പുതിയ ടോപ്പിക് ഒരിക്കലും എന്താവരുത്, പെൻഡിങ് ആവരുത്. അതുകൊണ്ട് തന്നെ ഈ പഴയ ടോപ്പിക്ക് റിവിഷൻ ചെയ്യാനായിട്ടായിരിക്കും ഈ 22-ാം തീയതി വരെയുള്ള സമയം നമ്മൾ യൂസ് ചെയ്യുന്നത്. കാര്യം ഒരു ഘട്ടം കൂടെ നടക്കാനുണ്ട്, അവരെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. ഇനി അവർ വരുമ്പോൾ പോലും പുതിയ ടോപ്പിക്കുകൾ മിസ്സാവരുത്. അപ്പോഴത്തേക്കിന് നമ്മൾ എന്ത് ചെയ്യും, ഇത്ര ടോപ്പിക് അല്ലെ ഇത്ര ക്ലാസ്സുകൾ അവിടെ കിടപ്പുണ്ട്, നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വാ, ഇന്നത് റിവിഷൻ ചെയ്യാം, അല്ലെ 2-3 ക്ലാസ്സുകൾ ഒന്ന് നോക്കിയിട്ട് വാ, അത് ഓവറോൾ ഒന്ന് റിവിഷൻ ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ദിവസവും 2 റിവിഷൻ ക്ലാസ്സുകളായിരിക്കും ഈ വരുന്ന ഓഗസ്റ്റ് 22-ാം തീയതി വരെ ഈ ബാച്ചിൽ ഉണ്ടാവുക. അതിനുശേഷം ബാക്കി പുതിയ ടോപ്പിക്കുകളും നമ്മൾ എടുത്തു തുടങ്ങും. പിന്നെ ഈ റിവിഷൻ ക്ലാസ്സുകൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും. ഇനിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, കമ്പനി ബോർഡ് LGSന്റെ കട്ട് ഓഫ് എത്രയായിരിക്കും? കട്ട് ഓഫ് ഏകദേശം ഒന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് മെയിൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റൂ. നിലവിൽ എനിക്ക് പേഴ്സണലിയും നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ വരുന്ന ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ചിലർ കമ്പനി ബോർഡിന്റെ കട്ട് ഓഫ് വളരെ കുറവായിരിക്കുമെന്ന് പറയുന്നുണ്ട്, ചിലരത് കൂടുതലായിരിക്കുമെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കട്ട് ഓഫിനെ കുറിച്ച് ആധികാരികമായി പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യം ഇപ്പോൾ 4 ഘട്ടമായിട്ട് നടക്കുന്ന ഒരു പ്രിലിംസ് എക്സാം ആണ്. ഇനി ഒരു ഘട്ടം നടക്കാനുണ്ട്. ആദ്യ ഘട്ടം പാടായിരുന്നു, പിന്നെ 2 ഘട്ടം കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. ഇനി അടുത്ത ഘട്ടം കൂടെ കഴിയുമ്പോൾ അതിന്റെ നിലവാരം അറിയാൻ പറ്റൂ. ഇനി നോർമലൈസേഷൻ വരുമ്പോൾ അതെങ്ങനെയാണ് എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ഇനി കഴിഞ്ഞ കമ്പനി ബോർഡ് എക്സാമിന് 58,000 പേരെയാണ് മെയിൻസ് ലിസ്റ്റിൽ ഇട്ടത്. ഇത്തവണ എത്ര പേരെ മെയിൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്ന തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഈ പറയുന്ന കട്ട് ഓഫും കാര്യങ്ങളും. ഒരു 40,000 പേരെയാണ് അവർ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നതെങ്കിൽ കട്ട് ഓഫ് കണ്ടമാനം കൂടും. ഇനി ഇതേ സ്ഥാനത്ത് 58,000-ന് പകരം ഒരു 70,000-80,000 പേരെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി പഴയതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ആധികാരികമായിട്ട് നമുക്കൊരു കട്ട് ഓഫ് ഇവിടെ പറയാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 1-ാം ഘട്ടത്തിലോ 2-ാം ഘട്ടത്തിലോ 3-ാം ഘട്ടത്തിലോ ഒരു 65-ന് മുകളിൽ സ്കോർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം എന്നാണ്. ഇനി ഒരു 70-ന് മുകളിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പഠിക്കണം. ഇതൊരിക്കലും ഈ കോഴ്സ് എടുക്കാനോ ഈ കോഴ്സ് പിച്ച് ചെയ്യാനോ വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ഇവിടെ നിന്നല്ല എവിടെങ്കിലും മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കണം, പഠിച്ചു തുടങ്ങണം. ഇനി ഇൻ കേസ് കട്ട് ഓഫ് കുറവാണ്, ഇനി നിങ്ങൾക്ക് ഈ 10th പ്രിലിംസ് കിട്ടത്തില്ല എന്ന് കരുതി നിങ്ങൾ ആ സമയത്ത് ഒന്നും പഠിച്ചു തുടങ്ങിയില്ല. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് 10th പ്രിലിംസ് കിട്ടി. പക്ഷെ ആ ഒരു സമയം മെയിൻസിലേക്ക് പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നിങ്ങൾ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ബഹുദൂരം പുറകിലായിരിക്കും. അപ്പൊ ഈ പഠിച്ചതൊന്നും ഒരിക്കലും എവിടെയും നിങ്ങൾക്ക് നഷ്ടമാകാനായിട്ട് പോകുന്നില്ല. വരാൻ പോകുന്ന LDക്കോ അല്ലെങ്കിൽ LGSനോ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ തീർച്ചയായും നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇതൊരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഒരു 65-ന് മുകളിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അതുപോലെ ഒരു 70-ന് മുകളിലാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പഠിക്കണം. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള അടുത്ത ചോദ്യം, ഈ ബാച്ചിലെ എക്സാമുകൾ ഏതൊക്കെയാണ്? ട്രിക്ടേൺ ഏത് ബാച്ച് സ്റ്റാർട്ട് ചെയ്താലും ക്ലാസ്സിനോടൊപ്പം തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസ് എക്സാമിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ പഠിക്കുന്നത് ഒരു മത്സര പരീക്ഷയ്ക്കാണ്. പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ആ പരീക്ഷയെ പേടി മാറണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ഉത്തരം എഴുതി പോകണം. പഠിച്ചത് ഏറ്റവും നന്നായി റിവിഷൻ ചെയ്യണം. എത്രത്തോളം നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നോ അതിനനുസരിച്ചുള്ള മാർക്കായിരിക്കും, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ആയിരിക്കും പരീക്ഷാ ഹാളിൽ കാഴ്ചവെക്കാനായിട്ട് പറ്റുക. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ബാച്ചിൽ നമ്മൾ എക്സാമിന് കൊടുത്തിട്ടുണ്ട്. ഈ ബാച്ചിലെ എക്സാമുകളെ ഒന്ന് എടുത്തു പറഞ്ഞാൽ വീക്ക്ലി റിവിഷൻ എക്സാമുകൾ. അതായത് ഒരാഴ്ച ഈ ബാച്ചിൽ നിങ്ങൾ എന്ത് റിവിഷൻ ചെയ്തോ അല്ലെങ്കിൽ എന്ത് പുതിയ ടോപ്പിക്കുകൾ പഠിച്ചോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വീക്ക്ലി റിവിഷൻ എക്സാമിൽ വരും. അതുപോലെ തന്നെ ടോപ്പിക് ടെസ്റ്റുകൾ. നമ്മുടെ LGSന്റെ സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകൾക്കും പ്രത്യേകം ടോപ്പിക് ടെസ്റ്റുകൾ ഈ ബാച്ചിൽ ഉണ്ടാവും. ഓരോ ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യുമ്പോഴും ഓരോ ടോപ്പിക്കുകൾ പഠിപ്പിച്ച് കഴിയുമ്പോഴും ഞങ്ങൾ നിങ്ങളോട് പറയും, എക്സ്ട്രാ ഒരു ടോപ്പിക് ടെസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ സ്പെസിഫിക് ടോപ്പിക്കിന്റെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്ക്, അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടും. ആ ടോപ്പിക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും മോഡൽ എക്സാമുകൾ.
എങ്ങനെയാണോ ഒരു LGS മെയിൻസിന്റെ എക്സാം നടക്കാൻ പോകുന്നത്, അതേ മാർക്ക് ഡിവിഷനിൽ അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് എല്ലാ ആഴ്ചയിലും ഒരു മോഡൽ എക്സാം എഴുതിപ്പിക്കും. ആ എക്സാം എഴുതുന്നവരിൽ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാൻ പറ്റും, നിങ്ങൾക്ക് എത്ര നെഗറ്റീവായി എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓഗസ്റ്റ് 22 ശേഷമുള്ള, കാര്യം ഈ 4th ഘട്ടം കൂടെ കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ ആഴ്ചയിലും നമ്മൾ ഓരോ മോഡൽ എക്സാം നിങ്ങളെ കൊണ്ട് നിർബന്ധമായും എഴുതിപ്പിക്കും. പിന്നെ ആ മോഡൽ എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ഭാഗം വീഡിയോ എക്സ്പ്ലനേഷൻ ആയിട്ട് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, LGS മെയിൻസിന് ഇംഗ്ലീഷും മലയാളവും ഒന്നുമില്ല, ബാക്കി എല്ലാ ബാച്ചുകൾക്കും അതുണ്ട്. അപ്പോൾ അതിൻ്റെയും വീഡിയോ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കാറുണ്ട് ആ ബാച്ചുകളിൽ. ഇവിടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി മാത്രമേ ഉള്ളൂ അതിൻ്റെ വീഡിയോ എക്സ്പ്ലനേഷനും കൂടെ ഓരോ മോഡൽ എക്സാമും കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടിനോടൊപ്പം നമ്മൾ പ്രത്യേകം ചെയ്തിടും. അപ്പോൾ ഏതെങ്കിലും ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ എക്സ്പ്ലനേഷൻ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു മെയിൻസ് എക്സാമിന് കറണ്ട് അഫയേഴ്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിന് ഒരു 5 സ്പെഷ്യൽ എക്സാമും കൂടെ നമ്മൾ ഈ ഒരു ബാച്ചിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബാച്ചിലെ എക്സാമുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വീക്കിലി റിവിഷൻ എക്സാം ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്, കറണ്ട് അഫയേഴ്സിന് പ്രത്യേകം എക്സാം ഉണ്ട്, എല്ലാ ടോപ്പിക്കുകൾക്കും ടോപ്പിക് ടെസ്റ്റുകളും ഉണ്ടാവും. ഇനി അടുത്ത ചോദ്യം, 10th പ്രിലിംസിന്റെ ബാച്ചിൽ നമ്മൾ ഓരോ ടോപ്പിക്കിനും പ്രിന്റബിൾ നോട്ട് തന്നിട്ടുണ്ട്. ഇനി അതേ പ്രിന്റബിൾ നോട്ട് തന്നെയാണോ ഇവിടെ? അന്ന് നമ്മൾ നൽകിയ പ്രിന്റബിൾ നോട്ട് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്തവരാണ് നിങ്ങൾ. അപ്പോൾ ഈ ബാച്ചിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, തീർത്ത ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, ആ ടോപ്പിക്കുകൾ നമ്മൾ ഒരിക്കൽ കൂടി ഇവിടെ റിവിഷൻ ചെയ്ത് തീരുമല്ലോ. ആ തീരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി ആ പ്രിന്റബിൾ നോട്ട് ഒരു അപ്ഡേറ്റഡ് വെർഷൻ തരും. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അന്ന് തന്ന പ്രിന്റബിൾ നോട്ടിനോടൊപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും SCERT കണ്ടന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഒപ്പം ആ ടോപ്പിക്കിന്റെ കീഴിലുള്ള മുൻവർഷ ചോദ്യങ്ങളും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അതായത് ഇപ്പം നമ്മുടെ LD ബാച്ചിലൊക്കെ കൊടുക്കുന്ന പ്രിന്റബിൾ നോട്ട് എങ്ങനെയാണോ അതേ ഫോമാറ്റ്. അതായത് ഒരു പ്രിന്റബിൾ നോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പ്രിന്റബിൾ നോട്ടിൽ നമ്മൾ പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഉണ്ടാവും. അതിന്റെ താഴെയായിട്ട് ഇതിൽ കവിഞ്ഞ് എല്ലാ അധ്യാപകരും SCERT കണ്ടന്റുകളൊക്കെ മാക്സിമം തന്നു തന്നെയാണ് പോകുന്നത്. ഇനി അതിനും അപ്പുറം എന്തെങ്കിലും SCERT ഫാക്ട്സുകൾ എന്തെങ്കിലും മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതുണ്ടാവും. അതിന്റെ താഴെയായിട്ട് ഈ ടോപ്പിക്കിന്റെ കീഴിലുള്ള മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു മോഡല് ഈ പ്രിന്റബിൾ നോട്ടിന്റെ കാണാം. ആ ഫോമിലായിരിക്കും ഈ ബാച്ചിൽ നിങ്ങൾക്ക് അത് കിട്ടുക. പിന്നെ നമ്മുടെ എല്ലാ ബാച്ചിനും ഉള്ള പോലെ തന്നെ മെന്റർ സപ്പോർട്ടും ഈ ബാച്ചിൽ ഉണ്ടാവും. ഈ ബാച്ചിന് ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. ആ ടെലിഗ്രാം ചാനൽ ഈ ബാച്ചിന്റെ നോട്ടീസസ് എന്ന് പറയുന്ന പോർഷനിൽ നോക്കിയാൽ, ആപ്പ് തുറന്ന് ഈ ബാച്ച് തുറന്ന് നോട്ടീസസ് എന്ന് പറയുന്ന പോർഷനിൽ നോക്കിയാൽ ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ടെലിഗ്രാം ചാനലിലൂടെ ആ മെൻഡർക്ക് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മുഴുവൻ കാര്യങ്ങളും അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് ഈ ബാച്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് മുഴുവൻ അദ്ദേഹം അതിൽ അപ്ഡേറ്റ് ചെയ്യും. അതായത് പുതിയ ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യേണ്ടത് ഏതാണ്, അടുത്ത ഒരാഴ്ചത്തെ ടൈം ടേബിൾ ഏതാണ്, പുതിയ പ്രിന്റബിൾ നോട്ടുകൾ നമ്മൾ ആഡ് ചെയ്ത് ഏതാണ്, ടോപ്പിക് ടെസ്റ്റുകൾ ആഡ് ചെയ്ത് ഏതാണ്, മോഡൽ എക്സാം എപ്പം നടക്കും, നിങ്ങൾ എഴുതി നോക്കിയോ, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇതാണ്. ഇനി ക്ലാസ്സുകളിൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്, ക്ലാസ് തുടങ്ങാൻ എന്തെങ്കിലും കാരണത്താൽ താമസിച്ചു പോയാൽ അത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ മെന്റർ നിങ്ങളോട് ടെലിഗ്രാം ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ബാച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തോട് പറയാവുന്നതാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സജഷനും അദ്ദേഹം കേൾക്കും, നമ്മളെ അറിയിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ഈ LGSന്റെ മെയിൻസ് ബാച്ചിലൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് എക്സാം ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ധൈര്യമായി ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ വലിയ സ്വപ്നം ഈ ബാച്ചിലൂടെ ഏറ്റവും വേഗത്തിൽ സാധ്യമാകട്ടെ. താങ്ക് യു.